പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് കാലാവസ്ഥ നോക്കാം സ്കൈ വാച്ചിലേക്ക്. നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട് പരിശോധിച്ചാൽ മഴ വിട്ടൊഴിയുന്ന ഒരു സാഹചര്യമാണ് പൊതുവിലുള്ളത്. ജില്ലകളിലൊക്കെ നേരിയ മഴയ്ക്കുള്ള സാധ്യത മാത്രമേ പ്രവചിക്കപ്പെട്ടിട്ടുള്ളൂ. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് മഴ കുറയുമെന്ന് നേരത്തെ തന്നെ പ്രവചനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് കാലാവസ്ഥ നിലവിൽ മാറിയിരിക്കുന്നത്. ഇനി കാലവർഷത്തിന്റെ അവസാനത്തോടെയാകും ശക്തമായ മഴ ലഭിക്കുക എന്നാണ് നിലവിലെ വിലയിരുത്തൽ. 10 മണിവരെയുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പ്രകാരം കേരളത്തിൽ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും മറ്റിടങ്ങളിലൊക്കെ ഗ്രീൻ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ മാപ്പിൽ നോക്കുകയാണെങ്കിൽ കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴ ഇല്ലാത്തതിനാലും കാലാവസ്ഥ അനുകൂലമായതിനാലും ഇന്ന് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നമ്മളിനി മറ്റ് ജില്ലകളിലെ താപനില പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് പോയാൽ തിരുവനന്തപുരം ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും. എറണാകുളം ജില്ലയിലെ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ കുറഞ്ഞ താപനില ഇവിടെ 24 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട്ടേക്ക് വന്നാൽ ജില്ലയിലെ ഉയർന്ന താപനില 33 ഡിഗ്രിയും കുറഞ്ഞ താപനില 25 ഡിഗ്രിയുമാണ്. കണ്ണൂരിലേക്ക് പോയാൽ കണ്ണൂരിലെ കൂടിയ താപനില, ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ മുന്നറിയിപ്പൊക്കെ പരിശോധിച്ചാൽ. ചൂടൊക്കെ നൈസായിട്ട് കൂടി തുടങ്ങിയതുപോലെയൊക്കെ ഉണ്ടല്ലേ. നല്ല മഴക്കാലമൊക്കെ ആയിരുന്നപ്പോഴത്തേനും 30ഉം 28ഉം ഒക്കെ ആയിരുന്നു കൂടിയ താപനില. അത് വീണ്ടും 33ഉം 32ഉം ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ മഴ കുറഞ്ഞു തുടങ്ങി. ഇനി കാലവർഷത്തിൻ്റെ അവസാനത്തോടു കൂടി ആയിരിക്കും മഴ വീണ്ടും സർവ്വശക്തി എടുത്ത് വരിക എന്ന് തോന്നുന്നു.